സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത് വെറും 15,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. എന്തുകൊണ്ട് ലോ കിലോമീറ്റർ? 5 വർഷമായി, പക്ഷേ വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു 7 സീറ്റർ വാഹനം. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. നല്ല ഒരു നീറ്റ് വണ്ടി, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വൃത്തിയുള്ള വണ്ടി അല്ല. ഓക്കെ, ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് 7 സീറ്റർ കൊണ്ടുപോകാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോട്ടോ പവറിന്റെ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, റൊട്ടേറ്റബിൾ AC വെന്റിലേഷൻ വരുന്നുണ്ട്, പിന്നെ 4 ടയറും പുതിയ ടയറാണ് വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1,25,000 രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള ഒരു അടിപൊളി കാറിൻ്റെ യൂസ്ഡ് കാറിൻ്റെ കളക്ഷൻസുമായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് മേരാകാസിലാണ്. മേരാകാസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റേൽ അത്താണിക്കൽ, കോഴിക്കോട് കണ്ണൂർ റൂട്ട് വെസ്റ്റേൽ അത്താണിക്കലാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വാഹനങ്ങളൊക്കെ ഉള്ളൊരു ഷോറൂമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. ഷഫാദിനെ സ്വാഗതം ചെയ്യാം. ഹായ്, സ്വാഗതം. സുഖല്ലേ? ഓ, നല്ല. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ സ്കീമോ കാര്യങ്ങളോ എന്തൊക്കെ നടക്കും? നമ്മൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്കീമുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ കസ്റ്റമർ വരുന്നവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും, അതേപോലെ തന്നെ അവർക്ക് എന്താണോ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത്, അത് വാറണ്ടി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സർവീസ് ആയിട്ടാണെങ്കിലും എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇനിയുള്ള മുന്നോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫുള്ള് കസ്റ്റമർ സപ്പോർട്ട് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും എന്താ പറയുക, ഡിസ്കൗണ്ട് പ്രൈസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് മെയിൻലി ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ്. ഡിസ്കൗണ്ട് പ്രൈസും 100% ലോണും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അത് കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ എന്നാലും മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ഫിനാൻസ് സപ്പോർട്ട് ചെയ്തിട്ട് 100% ലോൺ കുറച്ച് വണ്ടികൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കണ്ടറിയാം. ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്കും മുന്നോട്ട് സാധിക്കുന്നതല്ല, മറന്നുകൊണ്ട. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മേരാകാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ വെക്കാവുന്നതാണ്. നമ്മുടെ ഷോറൂമിൽ കോഴിക്കോട് മേരാകാസ് പാർക്ക് ആൻഡ് സെയിൽ സ്കീം നടക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം നമുക്കൊരു ചെറിയ സെഗ്മെൻറ്റ് തുടങ്ങാം അല്ലേ. ക്വിഡാണ്, KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള റിനോ ക്വിഡ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഷർഫ്? 2018 മോഡല്, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. RXL ആണ് വണ്ടി വരുന്നത്. പക്ഷേ ഫോട്ടോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ പഴയ കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ RXT ആക്കി മേലെ പോയി. ചെറിയൊരു SUV കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് കിട്ടി. അപ്പൊ അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, 1 ലിറ്റർ വണ്ടി വരുന്നത്. 1 ലിറ്റർ എഞ്ചിനാണ്, അത്യാവശ്യം പവറുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഞാൻ ലോങ് ഡ്രൈവ് ചെയ്തൊരു വണ്ടിയാണ്, അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, വേറെ ഒന്നുമല്ല. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും, ഒരു 18-20 റേഞ്ച് ഏകദേശം മൈലേജും കിട്ടും. എന്താ പറയുക, നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ടയർ ഭാഗങ്ങൾ ഒരു 80-75% ടയർ ഭാഗങ്ങളും കാര്യങ്ങളും. ഓക്കെ, എത്ര കൊടുക്കുക ഇത് നമ്മൾ ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 2,50,000 രൂപക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ വേറെ കാര്യമുണ്ട്, വണ്ടീൻ്റെ ഇൻഷുറൻസ് IDV റേറ്റ് 2,75,000. ഓക്കെ, IDV എന്ന് വെച്ചാൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഇൻഷുറൻസ് കമ്പനി വാഹനത്തിന് കൊടുക്കുന്ന വിലയാണ് IDV എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം മാർക്കറ്റ് റേറ്റിൽ എത്ര കിട്ടുമോ അത് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക എല്ലാ വണ്ടിക്കും. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അത് ശ്രദ്ധിക്കുക. എടുത്തില്ലേ വണ്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഇതോ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ, സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് അത് ഒരു ബേർഡനായി മാറും അല്ലേ. ഇതിപ്പോൾ വാങ്ങുന്ന വിലയിനെക്കാട്ടി കൂടുതൽ IDV ഉണ്ട്. 2,75,000 IDV ഉള്ള വാഹനമാണ്. 2,50,000 ചോദിക്കുന്നു. 2018 RXL 50,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ, ലോണ് ഫുൾ ലോൺ 100% ലോൺ നമ്മൾ ശ്രമിക്കും ഈ വണ്ടിക്ക്. ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് സാൻഡ്രോ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2010 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 78,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 78,000 2010. അതൊരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുള്ളൂ. ഓക്കെ, 2010 78,000 നീറ്റാണല്ലേ. നീറ്റാണ് വണ്ടി, വണ്ടിക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അതിൻ്റെ ഒരു നീറ്റും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ടയേഴ്സും ഉണ്ട്, ഒരു 70-80% ഫ്രണ്ടിലുണ്ട്, പുറകിലൊരു 60% ടയേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, എത്ര കൊടുക്കുക? നമുക്ക് വെറും 1,25,000 രൂപക്ക് വണ്ടി കൊടുക്കാൻ കഴിയും. 2010 1,25,000 സാൻഡ്രോ സിംഗ്ലാ. ഓക്കെ, 1,25,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ലോൺ ചാൻസ് ഇല്ലല്ലോ? ലോൺ ഇതിന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് കസ്റ്റമേഴ്സ് വരികയാണെങ്കിലും നമ്മൾ അവരുടെ
ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന മാക്സിമം എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. അത് കസ്റ്റമറിന്റെ സപ്പോർട്ടും കൂടി അതിൽ കസ്റ്റമർ ട്രാക്കും കൂടി ഓക്കെ ആണെങ്കിൽ 100% ലോൺ കിട്ടുന്നിടത്ത് നമ്മൾ അത് ചെയ്യും. അതല്ല മാക്സിമം എത്ര കിട്ടുമോ അത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അടുത്തത്. i10 ആണ് ഹ്യുണ്ടായുടെ KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2011 സ്പോർട്സ് പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ, 80 ഗിയർ ബോക്സ് ആണ് വരും അല്ലേ? സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന്റെ തൊട്ട് മുകളിൽ ആസ്റ്റ വരും അല്ലേ? അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. പവർ വിൻഡോസ്, സിംഗിൾ ഓണർഷിപ്പാ? ഓക്കെ. എത്ര മോഡൽ പറഞ്ഞാൽ? 11 മോഡൽ 2011 അല്ലേ? നല്ല ഒരു നീറ്റ് വണ്ടി, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയത്? 76,000 കിലോമീറ്റർ. 76,000 മാത്രം. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ്, ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറയുന്നത്. വെറും 2,85,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും. 2,85,000 2011 80 ഗിയർ ബോക്സ് വരുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാക്സിമം ലോൺ കയറുമായിരിക്കും അല്ലേ? മാക്സിമം ലോണും കഴിച്ചു. ഓക്കെ. ഒരു 11 to 14 റേഞ്ച് മൈലേജ് കിട്ടും. അടുത്ത വണ്ടിയിലോട്ട് പോകും. 3 i10 ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. 3ഉം 2 ബ്ലാക്ക് ആണ്, 1 ഗ്രേ ആണ് അല്ലേ? ഓക്കെ. ഒരു ഓട്ടോമാറ്റിക് നമ്മൾ കണ്ടു. അടുത്തത് മാനുവൽ ആണ്. KL 7 രജിസ്ട്രേഷൻ വാഹനം, എറണാകുളം വണ്ടിയാണ്. എങ്ങനെ ഷർഫ് അതിന്റെ കാര്യങ്ങൾ? 2010 മോഡൽ 1.2 ലിറ്റർ. 2010 1.2 മാനുവൽ ആണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഫോട്ടോ പവർ വിൻഡോ അതേപോലെ തന്നെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും, ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ടയർ ഭാഗങ്ങൾ ആവറേജ് ഉണ്ട് അല്ലേ? ഫ്രണ്ടിൽ അത്യാവശ്യം ഉണ്ട്, 75 ഉണ്ട്. പുറകിൽ ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു പെട്രോൾ വണ്ടി, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു പെട്രോൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്, മാനുവൽ ആണ്. എത്ര കൊടുക്കുക ഇത്? വണ്ടി വരുന്നത് 61,000 കിലോമീറ്റർ ആണ്. ഈ ഒരു വർഷം വെച്ചിട്ട് കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. വെറും 1,59,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയും. 1,59,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് മാക്സിമം കയറാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് നമുക്ക് ശ്രമിച്ചു നോക്കാം ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ. പക്ഷേ മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് എന്തായാലും സപ്പോർട്ട് വരും. ശരി. ഓക്കെ. ഓക്കെ. 1,59,000 രൂപയ്ക്ക് ലോൺ ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന എല്ലാ അടിപൊളി ഒരു വാഹനം 1,59,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത i10 ആണ്. KL 7 തന്നെയാണ് രജിസ്ട്രേഷൻ, ബ്ലാക്ക് കളർ വാഹനം, മാനുവൽ അല്ല? യെസ്. എല്ലാം സെയിം ആണോ? എല്ലാം സെയിം അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. സ്പോർട്സ് ആണ് വണ്ടി വരുന്നത്. മോഡല് 2010 തന്നെ. 2010 തന്നെയാണ്. പക്ഷേ ഈ ഒരു ഷേപ്പ് വന്നത് ലാസ്റ്റിലേക്ക് ആയിരിക്കും അല്ലേ? ഓക്കെ. ഓക്കെ. 2010 സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ മാഗ്നേനേക്കാൾ മുകളിൽ ഒരു ഓപ്ഷൻ ആണ്. ഫീച്ചേഴ്സ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ. ഓട്ടം 1,12,000 ആണ് ഓടിയിട്ടുള്ളത്. 12. സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെ, സെയിം വണ്ടി തന്നെ, ഒന്നും പറയാനില്ല. വലിയ വ്യത്യാസം ഇല്ല. സ്പോർട്സിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ, കംഫർട്ട് കുറച്ച് വണ്ടിക്ക് കൂടും. മൈലേജ് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിട്ടാണ് വരുന്നത്. ഏകദേശം നീറ്റും ആ സെയിം തന്നെയാണ്. എല്ലാത്തിലും നീറ്റും മൊത്തത്തിൽ സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോ എത്രയാ? നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് വെറും 1,30,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും. 1,30,000 ഈ ഒരു വാഹനം സ്വന്താക്കാം. ഓക്കെ. അത്രയേ ഉള്ളൂ. ലോൺ നോക്കാം മാക്സിമം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഒരു 7 സീറ്റർ വാഹനമാണ്. റിനോ ട്രൈബർ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഷർഫ് അതേ കാര്യങ്ങൾ? 2019 മോഡൽ RXT ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവും. ബാക്കി ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നൊരു വണ്ടിയാണ് അല്ലേ? മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും തോന്നുന്നു. അലോവീല് കാര്യങ്ങൾ അതുണ്ടാവില്ല. എല്ലാം ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിയിൽ ഇൻക്ലൂഡ് ആയിരിക്കും. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത്. വെറും 15,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. എന്തുകൊണ്ട് ലോ കിലോമീറ്റർ? 5 വർഷമായി. പക്ഷെ വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു 7 സീറ്റർ വാഹനം. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഏകദേശം ഒരു 15-16 റേഞ്ചിൽ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. അതെ അതെ, തീർച്ചയായും. പ്രൈസ് ഇതിന്റെ വരുന്നത് നമുക്ക് വെറും 5,49,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും. 5,49,000 2019 വെറും 15,000 കിലോമീറ്റർ ഓടിയ ഒരു 7 സീറ്റർ ട്രൈബർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് 7 സീറ്റർ കൊണ്ടുപോകാം. ലോണ് മാക്സിമം 100% നമുക്ക് ലോൺ കൊടുക്കാൻ ചെയ്യാൻ പറ്റും. ആ ഒരു മാറ്റം വന്നു അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. ലോ കോസ്റ്റ് മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഒരു 7 സീറ്റർ വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ട ജാസ് വന്നൊരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ, കണ്ണൂർ ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഷർഫ്? 2017 മോഡല് വി ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. VX അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. സൺറൂഫ് ഇല്ല അല്ലേ? ഫീച്ചേഴ്സ് സൺറൂഫ് ഉണ്ടാവില്ല. അത്യാവശ്യം ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആയി എല്ലാം വരും. ഓക്കെ. അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട്. നല്ല പ്രീമിയം സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. അതെ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി വരുന്നത്. മൈലേജ് ഒരു 12 to 15 ആ റേഞ്ച് ഏകദേശം മൈലേജ് ഉണ്ടാവും. ഓക്കെ. ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി വരുന്നത് 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ പെട്രോൾ വലിയൊരു മെയിൻ്റനൻസ് വരാത്തൊരു സെഗ്മെന്റ് ആണ് ഹോണ്ടയുടെ പെട്രോൾ വാഹനങ്ങൾ എന്ന് പറയുന്നത്. അതെ അല്ലേ? സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ 2017 72,000 കിലോമീറ്റർ ഓടിയ ജാസ് വി ഓപ്ഷനാണ്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്നത്. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 5,49,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 2017 മോഡൽ അല്ലേ? വി ഓപ്ഷൻ ജാസ് 5,49,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ കഴിയും. ഈ വണ്ടിയിലും 100% നമ്മൾ ട്രൈ ചെയ്യും. കസ്റ്റമറുടെ ട്രാക്കും കൂടി ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും കൂടി 100% ലോണിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. i10 നിയോ സ്കെയിൽ 78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. എന്താ പറയുക, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നൊരു ചെറിയ ഹാഷ് ബാക്ക് വാഹനമാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 സിംഗിൾ ഓണർ 38,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 38,000 മാത്രമേ ഓടിയുള്ളൂ. 19 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോട്ടോ പവർവിൻഡോ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, റൊട്ടേറ്റബിൾ AC വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ 4 ടയറും പുതിയ ടയറാണ് വണ്ടി. ഓക്കെ, പുതിയ ടയർസ് ആണ്. ഓക്കെ. നമുക്ക് വാറണ്ടി 100% വാറണ്ടി 2 വർഷം കൊടുക്കാൻ കഴിയുന്ന ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ. ഓക്കെ. ഒന്നും ചെയ്യാനില്ല അല്ലേ വാഹനത്തിൽ? ഓക്കെ, ഒന്നും ചെയ്യാനില്ല. നല്ലൊരു അടിപൊളി വണ്ടി. മൈലേജ് 12 to 15. അതാണ് ഏവറേജ് പെട്രോൾ വണ്ടിയുടെ മൈലേജ്. ഏവറേജ്. ഓക്കെ. നീറ്റ് വണ്ടി അല്ലേ? ക്ലെയിമോ കാര്യമൊന്നുമില്ല. എത്ര കൊടുക്കാം? നമുക്ക് 4,99,000 രൂപ മാത്രം ഈ വണ്ടിക്ക് കൊടുക്കാൻ കഴിയും. 4,99,000 അല്ലേ? ഓക്കെ. ഈ ഒരു നിയോസ് സ്വന്തമാക്കാം നിങ്ങൾക്ക്. മോഡൽ ഇത് 2019 മോഡൽ. 19. ഓക്കെ, 19 മോഡൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോണും കയറി മാക്സിമം 100% ലോൺ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. ശരി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മാനുവൽ ക്വിഡ് കണ്ടിരുന്നു. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ക്വിഡ് ആണ്. KL 26 രജിസ്ട്രേഷൻ വാഹനം. ഒരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി. ചെറിയ ഓട്ടോമാറ്റിക്. എങ്ങനെ ഡീറ്റെയിൽ? 2017 സെക്കൻഡ് ഓണർഷിപ്പ് RXT വേരിയന്റ് വരുന്ന വണ്ടി. RXT ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. ബാക്ക് ക്യാമറ, AC വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. എല്ലാം വരും. ഓക്കെ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. 2017. ഓട്ടോ എത്ര പോയി? ഓട്ടം 27,000 കിലോമീറ്റർ മാത്രം ഓടി. 27,000 അല്ലേ? വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഓക്കെ. എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് 3,29,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും. 3,29,000 2017 ലോ കിലോമീറ്റർ ഓടിയ ഒരു കിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാക്സിമം ലോണും 100% ലോണും നമുക്ക് ഇതിൽ ചെയ്യാം. ലോണും കിട്ടുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 18 റേഞ്ചൊക്കെ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. കാരണം MT ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമ്മൾ മാനുവൽ ഓടിക്കുന്ന പോലെ തന്നെ ഉള്ള ഫീൽ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോണിൽ, അതായത് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് i10 ഒരു ചാകരയാണ്. അതെ, അടുത്തൊരു i10 ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാ കാര്യങ്ങൾ? 2014 മോഡലാണ്. ഓക്കെ. 2014 മോഡലില് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 91,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ക നീറ്റ് ആയിട്ടുള്ള വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. എന്തൊക്കെ ഫീച്ചേഴ്സ്? അതിൽ അത്യാവശ്യം വരുന്ന നമ്മളെ ബേസിക് ആയിട്ടുള്ള ഫോട്ടോ പവർവിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള പിന്നെ കസ്റ്റമർ അഡീഷണലി കുറച്ച് ഫോഗ് ലാമ്പ് പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് കാര്യങ്ങൾ അടിപൊളിയാണ്. അതെ. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 2,45,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 2014 മോഡൽ 2,45,000 ഒരു മാനുവൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ലോണും കയറുമല്ലോ മാക്സിമം? അതെ, മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 100% തന്നെ ഈ വണ്ടിക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. എല്ലാം ഇൻസ്പെക്ടഡ് സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ് അല്ലേ? എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് ഉറപ്പുവരുത്തിയ വെഹിക്കിൾസ് ആണ്. 200+ ചെക്ക് പോയിന്റ്സിലൂടെ കടന്നു പോയ വാഹനങ്ങളാണ് എല്ലാം. അടുത്ത വണ്ടിയിലേക്ക് ഒരു പവർഫുൾ കോമ്പാക്ട് SUV എക്കോസ്പോർട്ട് ആണ്. ഫോർഡ് എക്കോസ്പോർട്ട് KL 8 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എന്താ പറയുക, ഡീസലാണിത്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അതിന്റെ പെർഫോമൻസ്, സേഫ്റ്റി എല്ലാം ഒത്തിണങ്ങിയ ഒരു അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. ഓക്കെ, പറയോളൂ എങ്ങനെ? 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ പറഞ്ഞ പോലെ തന്നെ ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. 1,06,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ. വേറെ വിഷയോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വരുന്ന ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫോട്ടോ പവർവിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കംഫർട്ട് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന വണ്ടി. എല്ലാം വർക്ക് ചെയ്യല്ലേ? എല്ലാം വർക്ക് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു ഏവറേജ് ടയേഴ്സ് ഉണ്ട്. നല്ല മൈലേജിൽ ഒരു പെർഫോമൻസ് കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്.
എത്ര കൊടുക്കാം? നമുക്ക് 4,99,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 4,99,000 2017 ഡീസൽ എക്കോ സ്പോർട്ട് കൊണ്ടുപോകാം. ഫുൾ ഓൺ കിട്ടുമോ? മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ഇതിന് ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ. കസ്റ്റമറുടെ ട്രക്കും കൂടി ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനും ഫുൾ ഓൺ കൊടുക്കാം. ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് മാരുതി സുസുക്കി എക്സ്പ്രസോ KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എന്താ പറയുക, നമ്മളൊരു മൈക്രോ SUV എന്നൊക്കെ വിളിക്കാൻ പറ്റും. പക്ഷെ അതല്ല, കയറി ഇരുന്നാൽ ആ ഒരു ഫീൽ നമുക്ക് നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ഹൈറ്റ് കയറി ഇരിക്കാം. അത്യാവശ്യം നല്ല കംഫർട്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത വണ്ടി, പക്ഷേ നല്ലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു 360 വ്യൂ നമുക്ക് ഈ വണ്ടിയിൽ വ്യൂ മാത്രമല്ല പെർഫോമൻസ് ഉണ്ട് കൊടുത്ത് പറക്കുന്നതാണ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2020 VXi പ്ലസ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 2 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി വരുന്നത്. 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, 3 വർഷം നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, മൈലേജ് ഉണ്ടാവും. മാനുവലാണ്, 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും അല്ലേ? എങ്ങനെ ഓടിച്ചാലും കിട്ടും. മെയിൻ്റനൻസും കുറവാണ്. അത്യാവശ്യം ഹൈറ്റിലിരുന്ന് ഓടിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് വെറും 4,35,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും. 4,35,000 2020 VXi പ്ലസ് എക്സ്പ്രസോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പിന്റെ വാഹനം. വാറന്റി ആ കണ്ടീഷന് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ 100% ലോണും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ഒരു ക്രോസ് പോളോ ആണ്. ഡീസൽ വാഹനം, KL43 രജിസ്ട്രേഷൻ ക്രോസ് പോളോ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ. ഓക്കെ, ഹൈലൈൻ ആണ് വണ്ടി വരുന്നത്. ഹൈലൈൻ നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം നല്ല പവറും ലഭിക്കുന്ന ഒരു വാഹനം. ക്രോസ് പോളോ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് ക്ലാഡിങ്, അതേപോലെ റൂഫ് റെയില്, ഈ ഒരു മിറർ കളർ ചേഞ്ച്, ഈ കാര്യങ്ങളൊക്കെയാണ് ക്രോസ് പോളോ മാറ്റം വരുന്നത് പോളോ ആയിട്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഹൈലൈൻ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് 2014. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 4,99,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ. 4,99,000 ലാസ്റ്റ് റേറ്റ് ഈ ഒരു ക്രോസ് പോളോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ ലോൺ എത്ര കയറും? 100% തന്നെ നമുക്ക് ലോൺ ഇതിലും ട്രൈ ചെയ്യാം. 100% ലോൺ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം, എനിക്ക് രജിസ്ട്രേഷൻ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് രജിസ്റ്റേർഡ് ആയിട്ടില്ല. ഫസ്റ്റ് ഓണർ നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. ഒരു പ്രീമിയം കോമ്പാക്ട് SUV ആണ്, സ്കോഡ കുഷാക്ക്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈഗോണും കുഷാക്കിലും നല്ല മൂവിങ് ഉള്ള ഒരു ബ്രാൻഡിൽ ഒന്നാണ് കുഷാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ 2021 വാഹനമാണ്. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ടെസ്റ്റ് ഡ്രൈവിന് യൂസ് ചെയ്ത വെഹിക്കിളോ അങ്ങനത്തെ ഒന്നുമല്ല. രജിസ്റ്റർ ചെയ്തില്ല ഇതുവരെ, ഓണർഷിപ്പ് ഇതുവരെ ഇല്ലാണ് വണ്ടിക്ക്. പക്ഷേ ഡെമോക്ക് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്ത വെഹിക്കിൾ. അത്രയും പെർഫെക്റ്റ് ആ വണ്ടി. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അത് വരുന്ന അത്യാവശ്യം സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ വരുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ്, ഒരു പ്രീമിയം SUV കാറ്റഗറി, പ്രീമിയം വെഹിക്കിളിന്റെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏറ്റവും ടോപ്പനാണ്, ഒന്നും പറയാനില്ല. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫ് വരുന്നുണ്ട്, അലോവിയിൽ വരുന്നുണ്ട്. അതെ, ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോകണം. ഏകദേശം ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റൈലിനൊക്കെ ഒരു 25 ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോവാണ്. ഇത് എത്ര കൊടുക്കാം? ഇതിൽ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 25 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിന്റെ വണ്ടിയുടെ വില വരുന്നത്. പക്ഷെ അതിലൊരു ഡിപ്രീസിയേഷൻ കുറഞ്ഞ് കഴിഞ്ഞിട്ട് വെറും 12,91,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ കസ്റ്റമറിന് കൊടുക്കാൻ കഴിയും. 12,91,000 ഈ ഒരു വാഹനം 2021 സ്റ്റൈല് 16,000 കിലോമീറ്റർ ഓടിയ കുഷാക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ മാനുവൽ വാഹനം 100% ലോൺ. ഓക്കെ, 25 ലക്ഷം വില വരുന്ന വണ്ടി 12,91,000 ഷോറൂം കണ്ടീഷൻ, ഷോറൂം പ്രൈസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷുർ കാര്യങ്ങൾ കുറച്ച് ടാക്സും കൂടെ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളതുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള മാഹിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. കുറച്ചും കൂടെ അല്ല, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതേപോലത്തെ ആൾക്കാരൊക്കെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നല്ലൊരു പ്രീമിയം വെഹിക്കിൾ, പ്രീമിയം SUV വെഹിക്കിൾ എടുക്കാൻ കഴിയുമെങ്കിൽ അതിന് ബെസ്റ്റ് ഓപ്ഷൻ 100% ലോണിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയും. അത്രേ ഉള്ളൂ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണത്. ഓക്കെ, പുതിയൊരു വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിൽ തന്നെ വരുന്നത്. ഓണർഷിപ്പ് ആയില്ല, നിങ്ങളുടെ പേരിലേക്കാണ് വരുന്നത്. സിംഗിൾ ഫസ്റ്റ് ഓണർ നിങ്ങളുടെ പേരിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച സ്റ്റോക്കിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മേരാകാസിലേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുത്ത് സപ്പോർട്ട് തരിക.
വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്കും പോകാൻ സാധിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ കാറ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൊക്കാലിറ്റി പരിസരത്തുള്ളവരാണെങ്കിൽ, കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് സെയിലിനും ഇവിടെ നമ്മൾ ഇടമൊരുക്കിയിട്ടുണ്ട്, ഓപ്ഷൻ ഉണ്ട്. പാർക്കിംഗ് സെയിലിൽ വെക്കാം. ഒരു 10-15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാറിന് മാക്സിമം വില വരുന്ന കസ്റ്റമർ ഡയറക്റ്റ് നിങ്ങളുടെ ഡീലിംഗ് ആണ്. അതേപോലെ തന്നെ ജീനായിട്ട് നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ പ്രീവിയസ് കസ്റ്റമറോ അല്ലെങ്കിൽ നമുക്ക് ഈ ഷോറൂം വിസിറ്റ് ചെയ്ത് ആരെങ്കിലും ഒരു പ്രീവിയസ് കസ്റ്റമറെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ചെറിയൊരു പേ ഔട്ട് തരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വണ്ടി സെയിൽ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ ഇങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ പേ ഔട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നിങ്ങൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർസ് കൊടുത്ത് സപ്പോർട്ട് തരിക. എല്ലാവർക്കും നന്ദി. ഷർഫദേ നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ. താങ്ക് യു.